നമസ്കാരം. പലസ്തീനിൽ 2 വർഷമായി തുടരുന്ന യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കരയാക്രമണം കൂടി ആരംഭിച്ചതോടെ ഗസ മുനമ്പ് കത്തിയെരിയുകയാണ്. കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 100 കവിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗസയിലുള്ള 3000 ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ കൂടുതൽ സൈന്യത്തെ യുദ്ധമുഖത്ത് എത്തിക്കാനാണ് ഇസ്രായേൽ നീക്കം. ഇസ്രായേൽ തീമഴ പെയ്യുമ്പോൾ പലായനത്തിന് പോലും വഴിയില്ലാതെ പരക്കം പായുകയാണ് ഗസയിലെ സാധാരണ ജനം. ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നീങ്ങാൻ പോലും സാധ്യമല്ലാത്തത്ര തിരക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഗസ പട്ടണത്തിൽ നിന്ന് പകുതിയോളം പേർ പലായനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും നിരവധി ഇസ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഗസ പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 3ാമത് ഡിവിഷൻ കൂടി ഉടൻ ഗസയിലേക്ക് എത്തുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. 20ഓളം വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും മോസ്കും ഇസ്രായേൽ സൈന്യം തകർത്തതായാണ് റിപ്പോർട്ട്. 2 വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കിയിരിക്കുന്നത്. ഇതോടെ ഒരിക്കലും തിരിച്ചുവരാൻ കഴിഞ്ഞേക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗാസക്കാർ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ഈ ആക്രമണത്തെ ഭയാനകം എന്നാണ് വിശേഷിപ്പിച്ചത്. തകർന്ന നഗരത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്ന പശ്ചാത്തലത്തിൽ വീട്ടുപകരണങ്ങൾ കയറ്റിയ വാനുകളും കഴുതവണ്ടികളും തങ്ങളുടെ അവസാന സമ്പാദ്യങ്ങളും ചുമന്ന് കാൽനടയായി പോകുന്ന ആളുകളും തീരദേശമായ അൽ റഷീദ് സ്ട്രീറ്റിനെ തിരക്കേറിയതാക്കി. ഗാസ കത്തുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു. യുദ്ധവിമാനങ്ങൾ ആകാശത്ത് താഴ്ന്നു പറക്കുകയാണ്. നിരന്തരമുള്ള ബോംബ് വർഷത്തിൽ 100 കണക്കിന് ആളുകൾ പരിക്കേറ്റ് വീഴുകയാണ്. കുടുംബങ്ങളും രക്ഷാപ്രവർത്തകരും കോൺക്രീറ്റിൻ്റെയും വളഞ്ഞൊടിഞ്ഞ ഉരുക്കിൻ്റെയും കൂമ്പാരങ്ങൾക്കിടയിൽ തങ്ങളുടെ ഉറ്റവരുടെ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. കനത്ത ബോംബാക്രമണമാണ് ഗാസയിൽ നടന്നത്. ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കൊല്ലപ്പെട്ട നിരവധി പേരെയും പരിക്കേറ്റവരെയും തങ്ങൾ പുറത്തെടുത്തു. ഷെല്ലാക്രമണം, ഹെലികോപ്റ്റർ മിസൈലുകൾ, ഡ്രോണുകൾ, F-16 വിമാനങ്ങൾ എന്നിവ കാരണം രക്ഷാപ്രവർത്തനം വളരെ പ്രയാസമായിരിക്കുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ 40% താമസക്കാർ, അതായത് ഏകദേശം 3.5 ലക്ഷം പേർ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടതിനാൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധുക്കളെ കണ്ടെത്താൻ കുടുംബങ്ങൾ വെറും കൈകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുകയാണെന്ന് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. ആക്രമണം ആരംഭിച്ചത് മുതൽ ചുരുങ്ങിയത് 106 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും അവരിൽ 91 പേർ ഗസ സിറ്റിയിൽ മാത്രമാണെന്നും മെഡിക്കൽ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നു. മുഴുവൻ പാർപ്പിട സമുച്ചയങ്ങളും നിലംപരിശാക്കപ്പെട്ട ദരാജ് മേഖലയിലുണ്ടായ ബോംബാക്രമണത്തിൽ മാത്രം 20 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് എമർജൻസി സർവീസ് അറിയിക്കുന്നത്. ഗസ സിറ്റിയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണം വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് UN മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചത്. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം പ്രഖ്യാപിച്ച അതേ ദിവസമാണ് കരയാക്രമണത്തിന് ഇസ്രായേൽ തുനിഞ്ഞത് എന്നതും ഭീതിജനകമാണ്. ഇസ്രായേൽ ഈ നരനായാട്ട് തുടർന്നാൽ ഗാസയിൽ ഇനിയും പാവങ്ങളായ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടും. ഗാസയെ മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ വലയുകയാണ് ഗാസൻ ജനത.